ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഇതുപോലത്തെ ഒരു ബർത്ത്ഡേ ഫ്രോക്കാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. 10 വയസ്സുള്ള കുട്ടിയുടെ ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മുകൾ വശത്തേക്കുള്ള ബോഡി പാർട്ടിനതാണ് ആദ്യം കാണിക്കുന്നത്. ഞാൻ കോട്ടൻ്റെ ലൈനിങ് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ സ്ട്രേറ്റ് ലൈനും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാൻ എടുക്കുന്നത് 5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. അതിൽ 2.5 ഇഞ്ചാണ് നമ്മുടെ കഴുത്തിൻ്റെ അകലം വരുന്നത്. അതും കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടുന്ന് താഴത്തേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ എടുക്കുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ചും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ആയിട്ട് ലൈൻ വരക്കാം. പിന്നീട് എടുക്കുന്ന അളവ് ചെസ്റ്റാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് ഏകദേശം ഒരു 7.5 ഇഞ്ചോളം നമുക്ക് ചെസ്റ്റ് അളവ് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ലെങ്ത്ത് എടുക്കുന്നത് നമുക്ക് ഷോൾഡറിന് താഴത്തേക്ക് എത്ര ലെങ്ത്ത് വേണ്ടെന്ന് നോക്കാം. എനിക്ക് 11 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. ആ ലെങ്ത്തിൻ്റെ വെച്ച് 1.5 ഇഞ്ച്, കറക്റ്റ് 1.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അവിടുത്തെ ഒരു വീതി എടുക്കാം. അവിടെ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ചിൻ്റെ ഒന്നിച്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടിയിട്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഫ്രോക്കിന് വേണ്ടിയിട്ട് ഏകദേശം 10 മീറ്ററോളം പ്ലെയിൻ നെറ്റ് എടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു വർക്ക് ചെയ്ത് നെറ്റ് എടുത്തത് 3/4 മീറ്ററാണ് കേട്ടോ. ഉള്ളിലത്തെ ലൈനിങ് നമുക്ക് ഷൈനിങ്ങുള്ള ലൈനിങ് എടുത്തിട്ടുണ്ട്. സാറ്റിൻ്റെ മെറ്റീരിയൽ അതെടുത്തിരിക്കുന്നത് 2.5 മീറ്ററും അതുപോലെ കോട്ടൻ്റെ ലൈനിങ് എടുത്തിരിക്കുന്നത് 2 മീറ്ററുമാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതുപോലെ താഴ്വശത്തിന് മുകളിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലവും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കഴുത്തിൻ്റെ അകലം നേരത്തെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 2.5 ഇഞ്ച് കുറച്ചും കൂടി ഒരു താഴത്തേക്കായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം സാധാരണ നോർമലായിട്ട് ഒരു 5 ഇഞ്ചാണ് കേട്ടോ വെക്കൽ. നമുക്ക് അത്രയൊന്നും വെക്കുന്നില്ല. ഇതിപ്പോൾ ഒരു 3 ഇഞ്ചിൽ നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം ഫ്രണ്ടിൽ നമ്മൾ ലൈനിങ് കുറച്ച് താഴ്ത്തി വെക്കുന്നത് കൊണ്ട് തന്നെ നെറ്റിൻ്റെ മെറ്റീരിയൽ കുറച്ച് മുകളിലായിട്ടാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഒരു 3 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോ ഷോൾഡറിൻ്റെ അടുക്കുന്ന ഇങ്ങനെ ചെരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആം ഹോളിൽ എടുക്കുന്ന 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യാം. പിന്നെ ആം ഹോളിൽ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ഒരു 1/2 ഇഞ്ച് പുറത്തേക്കും കൂടി മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ചിലേക്ക് കൂടി പുറത്തേക്ക് കൂടി ഇങ്ങനെ വരച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ കൈക്കുഴിയാണ്. ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴി കുഴിച്ച് വരച്ചതാണ്. മറ്റേത് ബാക്ക് വശത്തിൻ്റെതാണ് വരുന്നത് കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആദ്യം എപ്പം ബാക്ക് വശത്തിൻ്റെ കൈക്കുഴിയില്ലേ അതിലേ കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഫ്രണ്ടിലെ പീസിലെ ആ ഒരു കുഴിച്ച് വരച്ചില്ലേ അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിൽ ഞാനിവിടെ കഴുത്തിന് വേണ്ടി ഒരു ബോക്സ് വരച്ച് വെച്ചില്ലേ അത് ഞാൻ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ട് ഇതോടൊപ്പം തന്നെ റൗണ്ട് കഴുത്തും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെറ്റിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നെ കേട്ടോ. നമ്മൾ ആ ലൈനിങ് പീസിൽ നമുക്ക് അങ്ങനെ വേണ്ട, കഴുത്ത് നെറ്റിൽ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതേ അളവ് വെച്ചിട്ട് നെറ്റ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ലൈനിങ്ങിൻ്റെത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതായത് ആം ഹോളിൽ എടുക്കുന്നത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ലൈനിന് താഴത്തേക്ക് ഒരു ഇഞ്ച് നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് വശത്ത് നമ്മൾ ലൈനിങ് കുറച്ച് താഴ്ത്തിയിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ ചെറിയൊരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ അളവിൽ തന്നെ വേണം നമ്മൾ സാറ്റിൻ്റെ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സാറ്റിൻ്റെ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിൽ ഒരു വി നെക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വി നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കഴുത്തകലം പറഞ്ഞാൽ 2.5 ഇഞ്ചിനെ മാർക്ക് ചെയ്യാം. കഴുത്തിൻ്റെ ഇറക്കം ഞാൻ 5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ആദ്യം ഞാൻ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നീട് ഞാൻ ആ ഇറക്കം മാറ്റിയിട്ട് ഒരു 5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ 5 ഇഞ്ച് ബോക്സാക്കി വരച്ചിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു വി നെക്ക് പോലെ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ മെഷർമെൻറ്റിൽ വേണം നമ്മുടെ നെറ്റും അതുപോലെ സാറ്റിൻ്റെ ലൈനിങ് 3ഉം ഒരേ രീതിക്കാണ് നമ്മൾ വി നെക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 3ഉം ഇതേ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് വേണ്ടിയിട്ട് ലെങ്ത്ത് എടുക്കുന്ന 14 ഇഞ്ചാണ്. അതിൻ്റെ ഒന്നിച്ച് മുകൾ വശത്തേക്ക് അടിക്കേണ്ട ഒരു 1/2 ഇഞ്ച് മാത്രമേ ഞാൻ എക്സ്ട്രാ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ അടിവശം മടക്കി അടിക്കുന്നില്ല. സ്കാൽപ്പ് ഡിസൈൻ ഉള്ളത് കൊണ്ട് ഞാൻ മടക്കി അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് പിന്നീട് ലാസ്റ്റ് അത് മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്കാൽപ്പിൽ നിന്നൊക്കെ ഒരു
ത്രെഡൊക്കെ ഇളകി വരുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ വരുന്നത് അതേ ഒരളവ് തന്നെ അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മടക്കി വരുന്ന ഭാഗമില്ല, അവിടെ ഒരു ഇഞ്ച് ഇതുപോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 3 ഇഞ്ചിൽ നിന്ന് ഈ 1 ഇഞ്ച് ഇവിടെ ഇങ്ങനെ വരച്ചില്ലേ അവിടത്തേക്ക് ഇതുപോലെ ഒന്ന് ചോക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ വരച്ച ലൈനില്ലേ ആ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്കൊന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെൻറ്റർ എത്താന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം 4.5 അടുത്താണ് തോന്നുന്നു വരുന്നത്. അത്ര പോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡത്തെ ആ ഒരു ഇതില്ലേ പോർഷൻ്റെ എടുക്കുന്ന ആദ്യം അതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് കൊടുക്കാം. ഇവിടുന്ന് ആദ്യം ഇത്ര പോലെ, പിന്നെ ലാസ്റ്റ് ആ ഓപ്പണിങ് വരുന്നില്ലേ അവിടെ നമ്മൾ ആദ്യം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഷേപ്പ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ നമ്മൾ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ടാപ്പ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടുന്ന് അത്ര പോലെ ഇല്ലേൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് അതിലേ കൂടി അവിടുന്ന് താഴത്തേക്ക് ഒരു അര ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് വരച്ചിട്ട് ആ അര ഇഞ്ചിലേക്ക് കൂടി ആദ്യം മുകളിലോട്ട് തന്നെ കയറ്റി വരക്കുന്നത്. ഇതുപോലെയാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഇതിപ്പോൾ മാർക്ക് ചെയ്തിട്ട് ബാക്ക് വശം ഇതിനേക്കാളും കുറച്ച് കയറ്റിയിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് വശത്തെ കൂടി കട്ട് ചെയ്തിട്ട് പിന്നീട് ഫ്രണ്ട് നമ്മൾ സ്ലീവ് വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നില്ലേ അത് ഞാൻ ജസ്റ്റ് ബാക്ക് വശത്ത് കൊടുത്തിയാണ്. കട്ട് ചെയ്യുമ്പോഴും ബാക്ക് വശത്തിൻ്റെ കൂടി കട്ട് ചെയ്തെടുക്കാം. പിന്നെ താഴ്വശത്തെ വീതി നമുക്ക് നോക്കാം. 7 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3.5 എടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ തയ്യൽ തുമ്പിന് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചോ നമുക്ക് കൂട്ടിക്കൊടുക്കാം. അതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരക്കാം. എന്നിട്ട് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴ്വശത്തേക്കുള്ള നോക്കാം കേട്ടോ. ഞാനിവിടെ അമ്പർലയിൽ ലൈനിങ് കോട്ടൻ്റെ ലൈനിങ് മടക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് അളവിൻ്റെ 4/1 ഭാഗം എടുക്കുക. നമുക്ക് എത്രയാണ് വേസ്റ്റ് അളവ് വരുന്നത് വെച്ചാൽ 4/1 ഭാഗം എടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ട് എത്ര 6.5 അങ്ങനെ എന്തൊന്ന് മാർക്ക് ചെയ്ത് അപ്പോൾ ആ ഒരു അളവ് തന്നെ നമുക്ക് ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് കൊടുക്കണം. അതുപോലെ എത്ര ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ലെങ്ത്ത് എടുക്കുക. എനിക്ക് കോട്ടൻ്റെ ലൈനിങ് സാറ്റിൻ്റെ ലൈനിങ്ങളെക്കാളും കുറച്ച് കുറവായിരുന്നു ലെങ്ത്ത് കിട്ടി. മാക്സിമം ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അടിവശത്ത് വരുന്നത് വിചാരിച്ചിട്ട് സാരമില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് റൗണ്ടിൽ ഒന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ അളവിൽ തന്നെ നമുക്ക് സാറ്റിൻ്റെ ലൈനിങ് എടുക്കാം. സാറ്റിൻ്റെ ലൈനിങ് ഞാൻ കുറച്ചും കൂടി ലെങ്ത്ത് എടുക്കുന്നുണ്ട്. നമുക്ക് എത്ര ലെങ്ത്ത് വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നെറ്റിൻ്റെതും അതേ അളവ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അടിവശത്ത് ഫ്രില്ലിന് വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് അതേ അളവിൽ തന്നെ നമുക്കൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിത് എങ്ങനെയാണ് അടിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഫ്രണ്ട് വശത്തേത് എടുത്തിട്ടുണ്ട്. നമ്മൊരു ക്രോസ് പീസ് പ്ലെയിൻ നെറ്റാണ് ക്രോസ് പീസ് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഫ്രണ്ട് നെക്കിന് ഇതുപോലെ 1.25 ഇഞ്ച് വീതിക്കാണ് ഞാനൊരു ക്രോസ് പീസ് എടുത്തിട്ടുള്ളത്. ക്രോസ് പീസ് വെക്കാൻ സാധാരണ എല്ലാവർക്കും അറിയുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നില്ല. ഇതുപോലെ നെക്കിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് പതിച്ചടിച്ചിട്ട് ബാക്ക് വശത്തേക്കൊന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴ്വശത്തേക്ക് ലൈനിങ് നോക്കാം കേട്ടോ. ലൈനിങ് ഇപ്പോൾ സാറ്റിൻ്റെ നല്ല ഷൈനിങ് ഉള്ള ഭാഗത്തേക്ക് ഞാൻ കോട്ടൻ്റെ ലൈനിങ് ഇങ്ങനെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടൺ ലൈനിങ് മുകളിലിപ്പോൾ
നെക്ക് ഫിനിഷ് ചെയ്തെന്നാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ കോട്ടൻ്റെ ലൈനിങ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതേ ഷേപ്പിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് അടിച്ചെടുക്കുന്നതിന് കുറച്ചും കൂടിയും എളുപ്പം. ഞാനതുപോലെ ചെയ്യുന്ന സെൻറ്ററിൽ കുത്തിയിട്ട് ഒരു സൈഡിലേക്ക് ആദ്യം അടിച്ചെടുത്ത് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും അടിച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്തത്. അത് മൊത്തം ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെറിയ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ഒരു കട്ടിട്ട് കൊടുത്തിട്ട് നല്ല വശത്തെ കൂടി ഒന്ന് അടിച്ചെടുക്കാം. നല്ല വശത്തെ കൂടി അടിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരെ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി. 2 ആം ഹോളിനും കണക്കായിട്ട് നമ്മുടെ ആ ഒരു മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ട് ഒരു പിന്ന് കുത്തിയിട്ട് അതിലേ തന്നെ ഷേപ്പിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ. ബാക്ക് വശം ഇപ്പോൾ സാറ്റിൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിൽ നെറ്റിൻ്റെ വെച്ചിട്ട് ഞാൻ ഫുള്ള് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. ഇൻവിസിബിൾ സിബാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഇത് നമ്മുടെ സാധാരണ നോർമൽ സിബ് വരുന്നില്ലേ, അപ്പോൾ നമ്മൾ അതിനും ജസ്റ്റ് ഒന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ച് കൊടുത്തിട്ട് നമുക്ക് സിബ് വെക്കാം. സിബ് വെക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫുൾ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ സിബ് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ കോട്ടൻ്റെ ലൈനിങ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് സിബും ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വശത്തിന് നല്ല വശം ബാക്ക് വശത്തിന് നല്ല വശം ഒരുപോലെ വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു കോട്ടൻ്റെ ലൈനിങ്ങിൽ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. 2 ഷോൾഡർ നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ 2 സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വള്ളിയും കൂടി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ നെറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതും കൂടി നമ്മൾ ഒന്ന് ഇതിൻ്റെ ഒപ്പം ചെയ്ത് വെച്ചിട്ട് അത് സൈഡിൽ വെച്ചിട്ട് നമുക്ക് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ സ്ലീവ് വെക്കുന്ന ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. സ്ലീവ് വെക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ട്. സ്ലീവ് വെക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. സ്ലീവും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ആവുന്നുണ്ടാകുന്നുണ്ട്. സ്ലീവ് വെക്കുന്ന ഞാൻ കാണിക്കാതെ കുറേ വീഡിയോയിലൊക്കെ സ്ലീവ് വെക്കുന്ന ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ ഇരുന്നത്. അപ്പോൾ സ്ലീവും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അടുത്ത സാറ്റിൻ്റെ ലൈനിങ് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് 2 സൈഡും കൂടി നമുക്ക് ഒന്നിച്ച് വെച്ചിട്ട് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതായത് നല്ല വശം ഒന്നിച്ച് വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല വശം ഉള്ളിൽ വരുന്ന രീതിക്ക് വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ സൈഡൊന്ന് അടിച്ചെടുക്കാം. അതുപോലെ അടിവശം മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കാം. നെറ്റ് ഞാൻ ചെയ്യുന്നത് ചെറിയ ഫ്രില്ല് ഇതുപോലെ ചെറിയ ഫ്രില്ല് ഇട്ടിട്ട് എടുക്കുക. എന്നാൽ ഞാൻ പിന്നെ മുമ്പത്തെ കുറേ വീഡിയോയിൽ കാണിച്ചുകൊണ്ടാണ് അതും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നതും. ഇതുപോലെ നമുക്കിത് ഫുള്ളായിട്ട് നമുക്കൊന്ന് ഫ്രില്ലിട്ട് എടുക്കാം. ഏകദേശം നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണ് വരുന്നത് വെച്ചാൽ അത്രയും ഫ്രില്ലിട്ടിട്ട് ഇതും സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിൽ ഞാനിത് ഇതുപോലെ ഷിഫ്റ്റ് നെറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും നമുക്കൊന്ന് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്യുക. അതായത് ഞാനിവിടെ കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിൽ ഷൈനിങ്ങിൻ്റെ ലൈനിങ് വെച്ചു. അതിൻ്റെ മുകളിൽ നെറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുന്ന ശേഷം അതിനോട് ചേർന്നിട്ട് നല്ല വശം ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ആ നല്ല വശത്തോട് ചേർന്നിട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ അടിയിൽ ഫ്രില്ല് ഞാൻ ലാസ്റ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് അത് തന്നെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ഫ്രില്ല് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ട് അത് അടിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്രില്ല് ഇങ്ങനെ നമുക്ക് അടിച്ചു കൊടുക്കാം. പിന്നെ അടുത്ത ഫ്രില്ല് അതിനോട് ചേർന്നിട്ട് തന്നെ വെച്ച് കൊടുക്കാം. മീത്ത വെച്ച് കൊടുത്താൽ മതി. ഒന്നിൻ്റെ മുകളിൽ മറ്റേതായിട്ട് ഇങ്ങനെ ഒരു 4-5 ഫ്രില്ലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിനൊച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കാണാം. വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്. എല്ലാം ചുരുക്കി എടുത്തിട്ടാണ് വീഡിയോ ചെയ്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്